Morning, students. കുറച്ച് ക്ലാസ് മിസ് പെൻഡിങ് ഉണ്ടായിരുന്നു. സെമിസ്റ്ററുടെ ദിവസം കൊണ്ട് തീർന്നു. ഓക്കെ, നമ്മുടെ ഇന്ന് ഞാനത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സപ്ലൈ കൺസെപ്റ്റ്. നമ്മൾ ലാസ്റ്റ് നമ്മൾ നിർത്തിയ ഡിമാൻഡ് കഴിഞ്ഞു, അതിൻ്റെയൊക്കെ നോക്കി സപ്ലൈ ജസ്റ്റ് കുറച്ച് പേർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാനത് ഒന്നുകൂടി റിമൈൻഡ് ചെയ്തു. എന്താണ് സപ്ലൈ? ആക്ച്വലി സപ്ലൈ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡിമാൻഡ് എന്താണോ അതിൻ്റെ കൺസെപ്റ്റുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് സപ്ലൈ ആണ്. Supply can be defined as quantity of commodity offered for sale at a price for a given period of time. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത വിലയ്ക്ക് എത്രമാത്രം കമ്മോഡിറ്റിയാണ് വിൽക്കുവാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വിൽക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വിൽക്കുവാനായിട്ട് മാർക്കറ്റിൽ എത്തിച്ചിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ പല വിലയ്ക്കും പല ക്വാണ്ടിറ്റി ആയിരിക്കും. ഒരേ പ്രോഡക്റ്റ് തന്നെ പല വിലയ്ക്കും പല ക്വാണ്ടിറ്റി ആയിരിക്കും ആൾക്കാർ വിൽക്കുവാനായിട്ട് കൊണ്ടുവരിക. അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഈ മാർക്കറ്റുകളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് മേടിച്ച വിലയിലായിരിക്കില്ല നാളെ പ്രോഡക്റ്റ്. വില കൂടുമ്പോൾ ആൾക്കാർക്ക് എന്തായിരിക്കും, കൂടുതൽ പ്രോഡക്റ്റ് വിൽക്കുവാനുള്ള ഒരു ടെൻഡൻസി ആൾക്കാർക്ക് സാധാരണ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ടോട്ടൽ പ്രോഡക്റ്റ് ആണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ഓഫേർഡ് ഫോർ സെയിൽ അറ്റ് എ പ്രൈസ് ഫോർ എ ഗിവൺ പീരിയഡ് ഓഫ് മറ്റൊരു രീതി പറഞ്ഞാൽ ഇറ്റ്സ് എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ദാറ്റ് ദ ഫേംസ് ആർ ഏബിൾ ആൻഡ് വില്ലിംഗ് ടു ഓഫർ ഫോർ സെയിൽ. അവർ വിൽക്കുവാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവർ വിൽക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി. It is supply. When we discuss about supply, it is better to have some idea about stock and flow concepts. Supply എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഒരു കൺസെപ്റ്റ് ചെയ്യാനെന്ന് പറയുന്നതേ ഉള്ളൂ. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനി നമ്മൾ തുടങ്ങും. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു അലൂമിനിയം ഫാക്ടറി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കമ്പനി റൺ ചെയ്യും. ഇപ്പോൾ റൺ ചെയ്ത് ഒരു നിശ്ചിത സമയത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ചോക്ലേറ്റ് ഫാക്ടറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഓരോ വീക്കിലി നമ്മൾ പ്രൊഡക്ട്സ് നമ്മൾ സപ്ലൈ നടത്തും. വീക്കിലി സപ്ലൈ. ഇന്ന് നമ്മുടെ കൈവശം നമുക്കൊരു 1000 യൂണിറ്റ്സ് അല്ലെങ്കിൽ 1000 ചോക്ലേറ്റ്സ് കവർ ഫില്ലായിട്ട് നമ്മൾ വെച്ചിരിക്കാം. അപ്പം അത് സ്റ്റോക്കാണ്, നമ്മുടെ കൈവശം സ്റ്റോക്ക്. ഈ പറയുന്ന 1000 യൂണിറ്റ് സപ്ലൈക്കായിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയില്ല. മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന ചിലപ്പോൾ അതിലൊരു 800 യൂണിറ്റ് ആയിരിക്കും. അതായിരിക്കും മാർക്കറ്റിൽ വിറ്റഴിക്കാനായിട്ട്. ബാക്കിയുള്ള യൂണിറ്റുകൾ അവരുടെ ഗോഡൗണിലൂടെ കീപ്പ് ചെയ്യും. അപ്പോൾ അത് ചിലപ്പം അവരുടെ പ്രൈസ് ഒരു അങ്ങനെയുള്ള അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇല്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ പ്രൈസ് അക്സെപ്റ്റബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കും അത്രയും ക്വാണ്ടിറ്റിയിൽ ലിമിറ്റ് ചെയ്യുന്ന സപ്ലൈ. അപ്പോൾ സ്റ്റോക്ക് ഈസ് ഡിഫറെന്റ് ഫ്രം സപ്ലൈ. സ്റ്റോക്ക് മീൻസ് ഇറ്റ്സ് എ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് ഈസ് കെപ്റ്റ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിനെ that is maintained by the അയാള് തന്നെ കൈവശം വയ്ക്കുന്നതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സപ്ലൈ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓഫേർഡ് ഫോർ സെയിൽ, ദാറ്റ് ഈസ് ബ്രോട്ട് ടു മാർക്കറ്റ് ഫോർ സെയിൽ. അതാണ് സപ്ലൈ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയേ ഉള്ളൂ. എൻറ്റയർ സ്റ്റോക്ക് ഒരിക്കലും ഒരു ഫേം സപ്ലൈക്ക് ഉപയോഗിക്കില്ല. സം ക്വാണ്ടിറ്റി വിൽ ബി കെപ്റ്റ് ആസ് റിസർവ്, വാട്ടെവർ. അങ്ങനെ പല ഒരു നിശ്ചിത ക്വാണ്ടിറ്റി അവർ ഒരു സ്റ്റോക്കായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സപ്ലൈ ഫംഗ്ഷൻ. നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ ഉണ്ട്. ഡിമാൻഡ് ഫംഗ്ഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിമാൻഡും ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ സപ്ലൈ ഫംഗ്ഷനിൽ എന്തായിരിക്കും പറയാം? സപ്ലൈയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ. പ്രൈസ് ഉണ്ട്, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി ഉണ്ട്, ക്ലൈമറ്റ് ഉണ്ട്, ടേസ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റി ഉണ്ട്, ടെക്നോളജി ഉണ്ട്. ഒരുപാട് ഫാക്ടേഴ്സ് സപ്ലൈ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ സപ്ലൈയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ
supply function. The supply function shows the relationship between various quantities of a product that the producer supplies and the determinants of those amounts. എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മളെ സപ്ലൈ സ്വാധീനിക്കും? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നമുക്ക് മഴക്കാലം സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് ഒരു എന്താ പറയുക അംബ്രല്ല, കൊട. ഈ കൊട ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന സമയം എപ്പോഴാണ്? റെയിനി സീസണിലാണ്, മഴക്കാലത്താണ് അല്ലേ? അപ്പൊ കൊടയുടെ സപ്ലൈ കൂടുതലായിട്ട് കമ്പനികൾ നടത്തുന്നത് എപ്പോഴായിരിക്കും? റെയിനി സീസണിലായിരിക്കും. ഇപ്പൊ മഴയില്ലാത്ത സമയത്ത് ആൾക്കാർ കുട ഉപയോഗിക്കുന്നത് കുറവാണ്, കുറച്ച് ആൾക്കാർ വെയിൽ കൊള്ളാതെ ഉപയോഗിക്കുന്നല്ലേ. അപ്പം കൊടയുടെ സപ്ലൈ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടർ ക്ലൈമറ്റ് ആണ്. ആ ക്ലൈമറ്റ് കണ്ടീഷൻ. ഇനി നമ്മൾ മറ്റൊരു എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞു, നമ്മൾ കൂടുതലായിട്ടും ഈ ഫാൻ അല്ലെങ്കിൽ മറ്റ് കൂളിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കും. അതൊക്കെ ഏത് സമയത്താണ്? സമ്മർ സീസണിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സമ്മറിലാണ് ഈ പറയുന്ന AC-യും അതേപോലെ നമ്മൾ ഈ എയർ കൂളേഴ്സ്, ഫാൻ ഇങ്ങനെയുള്ള കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിനെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ പ്രൈസ്. ഇപ്പൊ ചില ഉദാഹരണത്തിന് നമ്മൾ ചില പ്രോഡക്റ്റ്, അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു പെപ്പർ, കുരുമുളക് നമ്മളിങ്ങനെ കൃഷി ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുക, കളക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മള് ഫിനാൻസിന് അത്യാവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ അത് സെല് ചെയ്യും. അല്ലാത്തവരെ എന്താണ് ബെറ്റർ പ്രൈസ് വരുന്നതിന് വേണ്ടി വരും. അപ്പൊ പ്രൈസ് കൂടുമ്പോഴത്തേക്ക് കൂടുതൽ അത് വിറ്റഴിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് അതൊരു ഫാക്ടറാണ്. പ്രൈസ് ഒരു ഫാക്ടറാണ് സപ്ലൈ സ്വാധീനിക്കുന്നത്. അപ്പം ഇങ്ങനെ സപ്ലൈ സ്വാധീനിക്കുന്ന ഘടകങ്ങളും സപ്ലൈ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സപ്ലൈ, അവയും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സപ്ലൈ ഫംഗ്ഷൻ എന്ന് നമ്മൾ നോർമലി പറയുന്നത്. ഇവിടെ ഒരു സപ്ലൈ ഫംഗ്ഷൻ ഒരു മാത്തമെറ്റിക്കൽ ഫോമിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ കമ്മോഡിറ്റി N is a function of price of N, then Pn, F1 to Fm and S. The quantity supplied of N എന്ന് പറയുന്ന പ്രോഡക്റ്റ് സപ്ലൈ, N എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ സപ്ലൈ ഈ പറയുന്ന കുറെ ഫാക്ടേഴ്സിന് ഡിപ്പെൻഡഡ് ആണ്. ഒന്നാമത്തെ ഫാക്ടർ പ്രൈസ് ഒരു ഘടകമാണ്. രണ്ടാമത്തെ പ്രൈസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങളുടെ വില. തൊഴിലാളികളുടെ വേതനം കൂടി കഴിയുമ്പോൾ ആ തൊഴിലാളികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെയും വേതനം കൂടും, അല്ല പ്രൈസും കൂടും. അപ്പം അത് സപ്ലൈ സ്വാധീനിക്കുന്ന ഒരു ഘടകം. തൊഴിലാളികളുടെ പ്രൊഡക്ടിവിറ്റി കൂടി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടും. അതേപോലെ ടെക്നോളജി മറ്റൊരു ഫാക്ടർ, ടെക്നോളജിയും നമ്മുടെ സപ്ലൈയെ സ്വാധീനിക്കുന്നു. ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സിന്റെ റിലേഷൻ ഒരു ഫംഗ്ഷനാണ് നമ്മുടെ N എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ സപ്ലൈ. സോ ദിസ് ഈസ് സപ്ലൈ ഫംഗ്ഷൻ. ഓക്കെ, നൗ നമുക്ക് let's see certain concepts like individual supply, supply schedule, individual supply schedule, individual supply curve, market supply schedule, market supply curve. Okay, ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽ സപ്ലൈ. നമ്മൾ ഇൻഡിവിജ്വൽ സപ്ലൈ ഡിമാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഡിമാൻഡിൽ നമ്മൾ എന്താണ് പറയുന്നത്? ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഡിമാൻഡഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ എ പർട്ടിക്കുലർ പ്രൈസ്. ഇവിടെ എന്തായിരിക്കും? ഡിമാൻഡിന് പകരം എന്താണ്? സപ്ലൈ. ഒരു വ്യക്തി ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത വിലയ്ക്ക് വിറ്റഴിക്കുന്ന സാധനങ്ങളാണ്. അപ്പം ഇറ്റ് ഈസ് ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഓഫേർഡ് ഫോർ സെയിൽ by a firm at a price for a given period of time, and normally it varies directly with the price. നമ്മളിപ്പം എന്താ പറയാ, നമ്മളൊരു ഫിഷ് ഫാം നമ്മൾ നടത്തുക. ഫിഷ് ഫാം, മീൻ കൃഷി നമ്മൾ ചെയ്യാം. ഓക്കെ, അത് വെള്ളത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മീൻ ചില സമയം ഇപ്പോൾ ഷോർട്ടേജ്, ചില സമയങ്ങളിൽ മീൻ വില കൂടും, ചില സമയത്ത് മീൻ വില കുറഞ്ഞിരിക്കുന്നതൊക്കെയാണ്. അപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രൈസ്, ഇപ്പോൾ നമ്മൾ എന്താണ് ഒരു കിലോ മീൻ നമ്മൾ വളർത്തുന്നത് 200 rupees സെയിൽ ചെയ്യും. ആ 200 രൂപയ്ക്ക് നമ്മൾ എത്ര ക്വാണ്ടിറ്റി നമ്മൾ വിൽക്കാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ മീൻ പിടിച്ച് നമ്മൾ വിൽക്കുവാനായിട്ട് കൊടുക്കുന്നു. 200 കിലോ ആയപ്പോൾ നമ്മൾ ഡെയിലി ഒരു 10 കിലോ 200 രൂപയ്ക്ക് 10 കിലോ വെച്ച് നമ്മൾ വിൽക്കുന്നു. പെട്ടെന്ന് മാർക്കറ്റിൽ വില കൂടി,
പ്രൈസ് വർദ്ധിച്ചു. പ്രൈസ് വർദ്ധിക്കുമ്പോൾ നോർമലി എന്താണ്, നമ്മൾ കൂടുതൽ വിൽക്കുകയോ കുറച്ച് വിൽക്കുകയോ. സാധാരണ ഒരു കോമൺ മാൻ എന്താ ചെയ്യുക, അയാൾ കൂടുതൽ വിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ. കൂടുതൽ വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ കൂടിയ ലാഭം അയാൾക്ക് കിട്ടും. അപ്പം പ്രൈസ് കൂടുന്നതനുസരിച്ച് എന്താണ്, ക്വാണ്ടിറ്റി നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, അവ തമ്മിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ദർ ഇസ് എ പോസിറ്റീവ് ഡിറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. അപ്പൊ നിങ്ങളാണെങ്കിൽ ഏതൊരു വ്യക്തിയും ചെയ്യുന്നതാണ്. ഇപ്പൊ പ്രൈസ് കൂടുമ്പോൾ കൂടുതലായിട്ട് അത് സപ്ലൈ ചെയ്യും, കൂടുതൽ ക്വാണ്ടിറ്റി. പ്രൈസ് കുറഞ്ഞിരിക്കും, കുറച്ച് സപ്ലൈ ചെയ്യുക, കുറച്ച്, കാരണം അത് അത്ര ലാഭകരമല്ല. സോ ദിസ് ഈസ് സപ്ലൈ, ഇൻഡിവിജ്വൽ സപ്ലൈ. സോ ഇൻഡിവിജ്വൽ സപ്ലൈസ് ഒരു വ്യക്തി ഒരു നിശ്ചിത പ്രൈസിന് നിശ്ചിത സമയത്ത് വിൽക്കുന്ന സാധനങ്ങളുടെ അളവ്. ഓക്കെ, ഇനി അതിന്റെ ഒരു സപ്ലൈ ഷെഡ്യൂൾ ആണ്. ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത വിലയ്ക്ക് ഒരു വ്യക്തി സപ്ലൈ ചെയ്യുന്ന ഡിഫറെന്റ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ പറയുന്നത് ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ. അപ്പം ഇറ്റ് ഇസ് ടേബിൾ വിച്ച് ഷോസ് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി ഓഫേർഡ് ഫോർ സെയിൽ ബൈ ആൻ ഇൻഡിവിജ്വൽ or firm at a different prices for a given period of time. ഓരോ വിലയിലും എത്രമാത്രം ക്വാണ്ടിറ്റി വിറ്റഴിക്കും, നമ്മളൊരു ടേബിൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇതില് 1 രൂപയായിരുന്നപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിൽ 5 യൂണിറ്റ് ആണ്. 2 രൂപയായിരുന്നപ്പോൾ വില കൂടിപ്പോന്നു, അത് 5 എന്നുള്ള 10 യൂണിറ്റ് ആയി. 3 രൂപയായിട്ട് വീണ്ടും കൂടി 10 എന്നുള്ള 15 യൂണിറ്റ് ആയി. 3 രൂപ 4 രൂപയായപ്പോൾ എന്താണ്, 15 എന്നുള്ള 20 യൂണിറ്റ് നമ്മൾ വിറ്റുവെച്ചു. കാരണം വില കൂടുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വിറ്റഴിക്കും. ഇതിനാണ് കൂടുതൽ ലാഭം നമുക്ക് നേടുവാനായിട്ട് പറ്റും. അപ്പം സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഇതാണ്, ഓരോ വിലയിലും ഒരു വ്യക്തി എത്രമാത്രം ക്വാണ്ടിറ്റി വിറ്റഴിക്കും, അതാണ് സപ്ലൈ ഷെഡ്യൂൾ. സപ്ലൈ ഷെഡ്യൂൾ ഷോസ് ഇറ്റ്സ് എ ടേബിൾ, ഒരു ടേബിളാണ്. എന്താ കാണിക്കുന്നത്, ഓരോ വിലയിലും എത്രമാത്രം ക്വാണ്ടിറ്റി ഒരു വ്യക്തി മാർക്കറ്റിൽ വിറ്റഴിക്കും, അതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഓക്കെ, then നമുക്ക് ഇൻഡിവിജ്വൽ സപ്ലൈ കർവ്. ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് നമ്മൾ ഡിമാൻഡ് കർവ് എന്താണ് പറയുന്നത്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. അപ്പൊ ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് എന്തായിരിക്കും, അല്ലെങ്കിൽ സപ്ലൈ കർവ് എന്ന് പറഞ്ഞതായിരിക്കും, ഇറ്റ്സ് ജസ്റ്റ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സപ്ലൈ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ. ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂളിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അല്ലെങ്കിൽ it shows various quantities of a commodity offered for sale at different prices during a period of time. ഒരു നിശ്ചിത കാലഘട്ടത്തിൽ പല വിലയിൽ എത്രമാത്രം ക്വാണ്ടിറ്റി ഒരു വ്യക്തി വിറ്റഴിക്കുന്നു എന്നാണ് നമ്മൾ കാണിക്കുന്നത്. നോർമലി ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് ഈസ് ഹാവിങ് എ പോസിറ്റീവ് സ്ലോപ്പ്. എന്തുകൊണ്ടാണ് അത് മുകളിലേക്ക് പോകുന്നത്, നമ്മൾ ഡിമാൻഡ് കർവ് താഴേക്കല്ല പോകുന്നത്, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അങ്ങനെയാണ് നമ്മൾ ഡിമാൻഡ് കർവിനെ പറയുന്നത്. പക്ഷെ സപ്ലൈ കർവ് എന്താണ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. എവിടെ നിന്ന് എങ്ങോട്ട്, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. എന്തുകൊണ്ടായിരിക്കും ഇത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്, ബിക്കോസ് when price is low, the supply will be much low. When price increases, supply also increases. ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ എസ് എന്ന് പറയുന്നതാണ് സപ്ലൈ. ഒരു പ്രൈസ് വൈ ആക്സിലും ക്വാണ്ടിറ്റി സപ്ലൈയുടെ എക്സ് ആക്സിലും നമ്മൾ മെഷർ ചെയ്തു. ഓക്കെ, നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. അപ്പൊ അതില് നമ്മൾ സപ്ലൈ കർവ് എസ് എന്ന് പറയുന്ന സപ്ലൈ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് നമുക്ക് പോകുന്നത് കാണാനായിട്ട് പറ്റും. അപ്പൊ അതില് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. That shows a positive relationship between price and quantity supplied. Okay, അപ്പൊ സപ്ലൈ കർവിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ that will be always upward sloping. Upward sloping ഒരു പൊസിഷനിലായിരിക്കും നമ്മുടെ സപ്ലൈ കർവ് എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പൊ അതാണ് ഇതിന്റെ അകത്ത് ഈ സ്ലൈഡിൽ പറയാം. അപ്പൊ സപ്ലൈ കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രാഫ്, it shows it's a graphical representation of individual supply schedule. അല്ലെങ്കിൽ it's a curve which shows various quantities of commodities offered for sale by an individual at different prices for a given period of time. Okay, ഇതാണ് നമ്മുടെ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് മാർക്കറ്റ് സപ്ലൈ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ നോക്കുവാനുള്ളത്. എന്താണ് മാർക്കറ്റ് സപ്ലൈ എന്നുള്ളതാണ്.
ഓക്കെ. അതേപോലെ മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ, ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരുപാട് സെല്ലേഴ്സ് ഉള്ളതാണ് ഒരു മാർക്കറ്റ്, ഇല്ലേ? ഒരു സെല്ലർ മാത്രമല്ല. അപ്പൊ ഈ സെല്ലേഴ്സ് ഒരു ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം റൈസ്, നമ്മൾ അരി റൈസ് മാർക്കറ്റ്, ഓക്കെ, അസ്യൂം ചെയ്യും. ഇവിടെ കേരളത്തിന് എന്തോരം റൈസ് മില്ലുകളുണ്ട്, എന്തോരം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രാൻഡഡ് റൈസ് മില്ലുകളുണ്ട്, അവരുടെ പ്രോഡക്റ്റുകളുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറയുന്ന നിറബറ ഒരു റൈസ് ബ്രാൻഡ്, ഓക്കെ, ദെൻ എന്താണ് പവിഴം മറ്റൊരു റൈസ് ബ്രാൻഡ്, അങ്ങനെ ഒരുപാട്. അതേപോലെ ബസ്മതി റൈസിനൊക്കെ ഒരുപാട് ബ്രാൻഡുകൾ, അങ്ങനെ ഒരുപാട് സപ്ലൈസ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, സെല്ലേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൂടെ കൂടി മാർക്കറ്റിൽ എത്രമാത്രം വിറ്റഴിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മാർക്കറ്റ് സപ്ലൈ. മാർക്കറ്റ് സപ്ലൈ is the total quantity of a commodity supplied by all the sellers, all the firms or individuals or all the producers in the market at a particular price for a given period of time. ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു മാർക്കറ്റിൽ വിറ്റഴിക്കുന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സും കൂടെ കൂടി ഒരു മാർക്കറ്റിൽ വിറ്റഴിക്കുന്ന ടോട്ടൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ടോട്ടൽ സപ്ലൈ, മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് സം ഓഫ് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ ഓൾ ദ പ്രൊഡ്യൂസേഴ്സ്, എല്ലാ പ്രൊഡ്യൂസേഴ്സും കൂടി മാർക്കറ്റിൽ വിറ്റഴിക്കുന്നതാണ് മാർക്കറ്റ് സപ്ലൈ. ഈ മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നേരത്തെ ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എന്താണല്ല, ഇറ്റ്സ് എ ടേബിൾ ഷോസ് various quantities of a commodity offered for sale by all the producers the market at different prices. പല വിലയിൽ എല്ലാ പ്രൊഡ്യൂസേഴ്സും കൂടി വിൽക്കുന്ന ക്വാണ്ടിറ്റിയുടെ അളവിനെയാണ് നമ്മൾ മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. കാണിക്കുന്ന ടേബിളിനെയാണ് നമ്മൾ മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ഒരു ഡയഗ്രത്തിൽ, ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് കാണാം 3 പ്രൊഡ്യൂസേഴ്സ്, പ്രൊഡ്യൂസർ എ, പ്രൊഡ്യൂസർ ബി, പ്രൊഡ്യൂസർ സി. ₹1 വിലയുണ്ടായിരുന്നപ്പോൾ അവര് വിൽക്കുന്ന ക്വാണ്ടിറ്റി, പ്രൊഡ്യൂസർ എ ഒന്നും വിൽക്കുന്നില്ല, പ്രൊഡ്യൂസർ ബി 10 യൂണിറ്റ്സ്, പ്രൊഡ്യൂസർ സി 20 യൂണിറ്റ്സ്. അപ്പൊ ടോട്ടൽ മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നത് 30 യൂണിറ്റ്സ് ആണ്. ടോട്ടൽ മാർക്കറ്റ് സപ്ലൈ 30 യൂണിറ്റ്സ് ആണ്. അപ്പം രണ്ടാമത് പ്രൈസ് ഒരു 10ൽ നിന്ന് 20 യൂണിറ്റ്സ് ആയിട്ട് 1ൽ നിന്ന് 2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഫേം എയും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, ഫേം ബി 20 യൂണിറ്റ്സ് പ്രൊഡ്യൂസ്, ഫേം സി 20 30 യൂണിറ്റ്സ് ആയി. ടോട്ടൽ മാർക്കറ്റ് സപ്ലൈ എന്ന് പറയും എല്ലാവരും കൂടി മാർക്കറ്റ് സപ്ലൈ ചെയ്യുന്ന 60 യൂണിറ്റ്. ഓക്കെ. അങ്ങനെ പ്രൈസ് കൂടുന്നതനുസരിച്ച് ഈ പറയുന്ന ഫേംസ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നതും കൂടുന്നുണ്ട്. ₹5 ടോട്ടൽ മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നത് 150 യൂണിറ്റ്സ് ആണ്. മാർക്കറ്റിൽ എല്ലാവരും കൂടി വിറ്റഴിക്കുന്നത് 150 യൂണിറ്റ്സ് ആണ്. ഓക്കെ. അത് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. 150 എന്നുള്ളത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പം ഇതാണ് നമ്മൾ മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ എന്നുള്ളത്. അപ്പം മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ ടേബിൾ. ടേബിൾ എന്താ കാണിക്കുന്നത്? ഓരോ വിലയിലും മാർക്കറ്റിലുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും എത്ര ക്വാണ്ടിറ്റി കമ്മോഡിറ്റി വിറ്റഴിക്കും ഓരോ നിശ്ചിത വിലയിൽ. അതാണ് മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ. ഓക്കെ. ഇത് നമുക്ക് മാർക്കറ്റ് സപ്ലൈ കർവിലേക്ക് പോകാം. മാർക്കറ്റ് സപ്ലൈ കർവ് എന്തായിരിക്കും? ദിസ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സോ കോൾഡ് മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ. അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ ഓരോ വിലയ്ക്കും എത്രമാത്രം ക്വാണ്ടിറ്റി ഒരു മാർക്കറ്റിൽ വിറ്റഴിക്കും. ഓക്കെ. അപ്പൊ മാർക്കറ്റ് സപ്ലൈ കർവ് ഈസ് ഓൾസോ അപ്വേർഡ് സ്ലോ. ഓക്കെ. നമ്മൾ ഇതിന്റെ അകത്ത് 4 ഡയഗ്രം നിൽക്കുക. അപ്പൊ വൈ ആക്സിൽ ഏതാണ് മെഷർ ചെയ്യുന്ന? പ്രൈസ്. എക്സ് ആക്സിൽ എന്തായിരിക്കും? ക്വാണ്ടിറ്റി സപ്ലൈ. അപ്പൊ നമ്മൾ ഇത് നമ്മൾ നേരത്തെ വരച്ചിരുന്ന ടേബിളിന്റെ ഒരു റെപ്രസെന്റേഷൻ ഗ്രാഫാണ് ഇതിന്റെ നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതില് എസ് എ എന്ന് പറയുന്നത് ഫേം എയുടെ സപ്ലൈ, എസ് ബി എന്ന് പറയുന്നത് ഫേം ബിയുടെ സപ്ലൈ, എസ് സി എന്ന് പറയുന്നത് ഫേം സിയുടെ സപ്ലൈ. ഓക്കെ. അപ്പം അത് 3 ഇൻഡിവിജ്വൽ ഫേംസിന്റെ സപ്ലൈ. എം എസ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് സപ്ലൈ. ഈ 3 ഫേംസിന്റെ കൂടെ സപ്ലൈ കൂടുന്നതാണ് എം എസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മാർക്കറ്റ് സപ്ലൈ. അപ്പൊ ഓരോ വിലയിലും എത്രമാത്രം ടോട്ടൽ സപ്ലൈ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം ₹1 ഫേം എ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത് 0 ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ₹1 നിങ്ങൾക്ക് അവിടെ 0 യൂണിറ്റ് ആണ് മാർക്കറ്റ് സപ്ലൈ വന്നത്. പക്ഷേ ഫേം ബി എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവിടെ 10 യൂണിറ്റ് വന്നു.
FAME-C വന്നപ്പോഴത്തേക്ക് എന്താണ് അവിടെ 20 യൂണിറ്റ് വന്നു. അത് 2 രൂപയായിരുന്നപ്പം FAME-Bയുടെ പ്രൊഡക്ഷൻ 20 യൂണിറ്റ്സ് ആയി, FAME-Cയുടെ പ്രൊഡക്ഷൻ 30 യൂണിറ്റ്സ് ആയി. അപ്പൊ അങ്ങനെ ആ പ്രൊഡക്ഷൻ കൂടിയാണ്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ മാർക്കറ്റ് സപ്ലൈയും വ്യത്യാസം വന്നു. 2 രൂപയായിരുന്നപ്പോൾ 60 യൂണിറ്റ് ആയി മാർക്കറ്റ് സപ്ലൈ. അതേപോലെ 3 രൂപയായിരുന്നപ്പോൾ ഏകദേശം 90 ഇത് വന്നു മാർക്കറ്റ് സപ്ലൈ. അങ്ങനെ മാർക്കറ്റ് സപ്ലൈ കൂടി കൂടി വരികയാണ്. അതപ്പം നമ്മൾ ഫൈനലി നേരത്തെ പറഞ്ഞ പോലെയാണ് 5 രൂപയായിരുന്നപ്പോൾ 150 യൂണിറ്റ് കൊണ്ടോ 150 യൂണിറ്റ് മാർക്കറ്റ് സപ്ലൈ വന്നു. അപ്പൊ അങ്ങനെ ടോട്ടൽ സപ്ലൈ ആണ് ഇതിൻ്റെ അകത്ത്. ഓരോ ഫേംസും അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള എല്ലാ ഫേംസും കൂടി ഓരോ വിലയിൽ സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ മാർക്കറ്റ് സപ്ലൈ പറയുന്നത്. സോ ദിസ് ഈസ് ഓൾസോ പോസിറ്റീവ്ലി റിലേറ്റഡ് ടു പ്രൈസ്. മാർക്കറ്റ് സപ്ലൈ ഈസ് ഓൾസോ പോസിറ്റീവ്ലി പ്രൈസ്. ഇനി ഒരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളത്, മാർക്കറ്റ് സപ്ലൈ കർവ് ഇൻഡിവിജ്വൽ സപ്ലൈ കർവിനെ കഴിഞ്ഞ് കുറച്ച് ഫ്ലാറ്റായി. ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് നമുക്ക് SAS, BSC എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ സപ്ലൈ കർവ്സ് ആണ്. അത് കുറച്ച് സ്റ്റീപ്പാണ്. മാർക്കറ്റ് സപ്ലൈ കർവ് നമുക്ക് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണ്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന്, ഇത് ഒരു ഹൊറിസോണ്ടൽ സമ്മേഷനാണ്. ഇൻഡിവിജ്വൽ സപ്ലൈ കർവ്സിന്റെ ഒരു ഹൊറിസോണ്ടൽ സമ്മേഷനാണ് മാർക്കറ്റ് സപ്ലൈ കർവ്. അപ്പൊ അതിന്റെ ടോട്ടൽ, അപ്പൊ അതുകൊണ്ട് അത് കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള നേച്ചർ പറയും. ഓക്കെ, now let's see the determinants of supply. ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈയിലും നമ്മൾ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നമുക്കുണ്ട്. അതേപോലെ സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നമുക്കുണ്ട്. ഒന്നാമത്തെ ഒരു ഫാക്ടർ പ്രൈസാണ്. വില കൂടുമ്പോൾ എന്തായിരിക്കും, ആൾക്കാർ കൂടുതലായിട്ട് വിൽക്കും. ഇപ്പം നമ്മൾ ഏത് മാർക്കറ്റിൽ ചെന്നാലും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഓരോ ക്രൈസിസ് സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേനും വില കൂടുന്നതനുസരിച്ച് എന്താണ്, ആൾക്കാർ കൂടുതലായിട്ട് വിറ്റഴിച്ച് ലാഭം ഉണ്ടാക്കണം, അല്ലേ? ഇത് ഒരു ഹ്യൂമൻ നേച്ചറാണ്, എല്ലാ ആൾക്കാരും ചെയ്യുന്നത്. അപ്പം there is a positive relationship between price and quantity supplied. So price is one of the important determinant of supply. The second one is price of related goods. Related goods in the price. For example, the wheat and rice, അരിയും ഗോതമ്പും രണ്ടും നമ്മുടെ ഒരു ഭക്ഷണത്തിനാണ്. അരിയെ ഉപയോഗിക്കാം, ഗോതമ്പ് നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ അരിയുടെ വില കൂടി, ഓക്കെ, അരിയുടെ വില കൂടി. അപ്പൊ നമ്മൾ എന്തിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ അരിയുടെ വില കുറഞ്ഞു. അരിയുടെ വില കുറയുക എന്ന് പറയുമ്പോൾ റിലേറ്റീവ്ലി നമ്മൾ ഈ പറയുന്ന എന്താ പറയാ, ഗോതമ്പിന്റെ വില കുറച്ചുകൂടി ഈ അരിയുടെ വില കൂടി. ഓക്കെ, അപ്പം ഈ പ്രൊഡ്യൂസേഴ്സ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം അവരെന്തിലേക്ക് മാറും, അരിയുടെ പ്രൊഡക്ഷനിലേക്ക് മാറും. അപ്പൊ അരിയുടെ സപ്ലൈ കൂടും. മനസ്സിലായോ? അപ്പം വീറ്റിന്റെ പ്രൈസ് കൂടാതെ നിൽക്കുകയും അരിയുടെ വില കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരെന്താണ്, വീറ്റിന്റെ പ്രൊഡക്ഷൻ നിർത്തി അരിയുടെ പ്രൊഡക്ഷനിലേക്ക് മാറും. അത് അരിയുടെ സപ്ലൈ വർദ്ധിക്കുന്നതിന് കാരണമാണ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി ഒരു ഫാക്ടർ. ഓക്കെ, ഇനി അതേപോലെ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇങ്കിന്റെ വില കൂടി. ഇങ്കിന്റെ വില കൂടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, കൂടുതലായിട്ട് പ്രൊഡ്യൂസേഴ്സ് ഇങ്ക് പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ പെന്നിന്റെ വില കൂടി. ഓക്കെ, പെന്നിന്റെ വില കൂടി. പെന്നിന്റെ വില കൂടുമ്പോൾ എന്തായിരിക്കും, പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റഴിക്കാൻ നോക്കും. അതനുസരിച്ച് എന്താണ്, ഇങ്കിന്റെ സപ്ലൈയും പറയും. ഓക്കെ, സോ ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ദെൻ ഗോൾ ഓഫ് ദ ഫേം, അല്ല പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കുറെ ആൾക്കാരെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതില് ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓണ്ടർപ്രണർ ഉണ്ട്, ഇങ്ങനെ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈസ് വർദ്ധിക്കുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈസ് വർദ്ധിക്കുന്നതനുസരിച്ച് ഉൽപാദന ചെലവ് കൂടും. ഉൽപാദന ചെലവ് കൂടുമ്പോഴത്തേനും എന്താണ്, കോസ്റ്റ്, അവരുടെ ലാഭത്തിൽ എന്ത് സംഭവിക്കും, ലാഭം കുറയും. അപ്പൊ ലാഭം കുറയുമ്പോൾ അവരെന്താണ്, പ്രൊഡക്ഷൻ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യുക, സാധാരണയായിട്ട് അവർ കുറയ്ക്കും, അല്ലേ? നമ്മളിപ്പം ചില കമ്പനികളൊക്കെ അവരുടെ റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടും. എന്തായിരിക്കും, പ്രൈസ് കൂട്ടി, ഒരു പരിധിക്കപ്പുറത്തേക്ക് പ്രൈസ് കൂട്ടി അവർക്ക് അത് വിൽക്കാൻ പറ്റില്ല. പക്ഷെ കോസ്റ്റ് റോ മെറ്റീരിയലിന്റെ പ്രൈസ് കൂടി വരും. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കും, അവർക്ക് പ്രൊഡക്ഷൻ കുറച്ചേ പറ്റുകയുള്ളൂ, അവർക്ക് അത്രയും പ്രോഫിറ്റബിൾ അല്ല അത്.
അത് ഒരു ഫാക്ടർ. ദെൻ ഗോൾ ഓഫ് ദ ഫേം, ഫേമിന്റെ ലക്ഷ്യങ്ങൾ. ചില ഫേമുകൾ എന്തായിരിക്കും, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും. ചില ഫേമുകൾ കോസ്റ്റും അല്ലെങ്കിൽ ഈ പറയുന്ന സെയിൽസ് മാക്സിമൈസേഷൻ ആയിരിക്കും. അത് ഓരോ മാനേജർമാരുടെ ഗോളും അവരുടെ മോട്ടോ പോലെ. A sales maximizing firm will try to increase supply of product. Profit maximization firm സപ്ലൈ ഇൻക്രീസ് ചെയ്യണമെന്നില്ല. അവർ പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യാൻ അവർ ട്രൈ ചെയ്യുള്ളൂ. സപ്ലൈ അവർക്ക് കൂടിയാലും കുറഞ്ഞാലും അവർക്കൊന്നുമില്ല. അവർക്ക് വാട്ട് ദേ വാണ്ട് ഈസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. സപ്ലൈ കൂടിയെന്ന് വെച്ച് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നില്ല. അപ്പം സെയിൽസ് മാക്സിമൈസേഷൻ എയിം ചെയ്യുന്ന ആൾക്കാർ അവർ ഈ പറയുന്ന സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് ഗോൾ ഓഫ് ദ ഫേം, സപ്ലൈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ. ദെൻ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഒരു നല്ലൊരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, നോർമലി എന്താണ്, പ്രൊഡക്ഷൻ എഫിഷ്യൻസി കൂടും, പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യും, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഒരു മോഡേൺ ടെക്നോളജി വിൽ ഓൾവേസ് ഇൻക്രീസ് പ്രൊഡക്ഷൻ. ഇപ്പം നമ്മൾ നേരത്തെ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈ മണ്ണ് മാന്തി യന്ത്രങ്ങൾ നോക്കിയാണ്, JCB, ഹിറ്റാച്ചി പോലെയുള്ള യന്ത്രങ്ങൾ. അതൊക്കെ വരുന്നതിന് മുമ്പ് ഈ നമ്മുടെ ആൾക്കാർ മാനുവലായിട്ടാണ് ഇതെല്ലാം ചെയ്തത്. ഇപ്പം ഒരു ഈ മണ്ണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പല വർക്കുകൾ. പക്ഷെ ഈ ഇത് വന്ന ശേഷം എന്താണ്, ഒരു 10 അല്ലെങ്കിൽ 100 പേര് കൂടി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് പറ്റിയ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റും. അപ്പൊ അത് ടെക്നോളജിയുടെ ഇമ്പ്രൂവ്മെന്റ്, അത് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്തു. അതേപോലെയാണ് മറ്റു ടെക്നോളജികളും. ടെക്നോളജി വിൽ ഓൾവേസ് ഇൻക്രീസ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ. The natural conditions. Another factor influencing supply is natural conditions. ഈ നാച്ചുറൽ കണ്ടീഷൻസിൽ പല ഇത് വരാം. അഗ്രികൾച്ചർ സെക്ടർ, ഒരു കണ്ടിന്യൂസ് റെയിൻ, ഫ്ലഡ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, കൃഷിനാശങ്ങൾ സംഭവിക്കും. അതേപോലെ ഒരു എർത്ത് വന്നു കഴിഞ്ഞാൽ, അതേപോലെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഒരു വരൾച്ച വന്നു കഴിഞ്ഞാൽ എന്താണ്, കൃഷിനാശം സംഭവിക്കും. അല്ലെങ്കിൽ നല്ലൊരു ക്ലൈമറ്റ് വന്നു കഴിഞ്ഞാൽ കൃഷി ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, അത് നോട്ട് ഓൺലി ഇൻ ദ കേസ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, but in the case of industry also this is same. And a good natural environment is required for the increase in production. Natural conditions ഒരു ഫാക്ടറാണ് നമ്മുടെ സപ്ലൈസ് വാല്യൂ. ഇനി നെക്സ്റ്റ് ഫാക്ടർ ഈസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. Another important leading determinant of supply is ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മൾ ഏതൊരു ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്കും, അല്ലെങ്കിൽ ഇൻഡസ്ട്രി അഗ്രികൾച്ചർ എന്ത് വായിക്കട്ടെ, ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയാണ്. സമയത്ത് അത് മാർക്കറ്റിൽ എത്തിക്കും. ഒരു എന്താ പറയാ, ഒരു ഫിഷ് മെർച്ചന്റ്, അവർക്ക് എന്താണ് അവരാലോചിക്കുക, അപ്പോൾ ഫ്രഷ് ഫിഷ് അവർക്ക് അതെന്താണ്, അത് ഡീക്കേ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർക്കത് മാർക്കറ്റിൽ എത്തിക്കാം, അത് വിറ്റഴിച്ച് ക്യാഷ് ആക്കും. അതിന് നല്ല ട്രാൻസ്പോർട്ടേഷൻ സർവീസ് വേണം. അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അത്യാവശ്യമാണ്. എവിടെയാണ് നല്ല വില കിട്ടുന്നത്, എവിടെയാണ് ബെറ്റർ, അതൊന്നും പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർക്ക് വേണം. എപ്പോഴാണ്, എത്ര ക്വാണ്ടിറ്റി വേണം, എത്ര ഇത് വേണം എന്നുള്ളത് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. അപ്പം ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ ഇൻഡിവിജ്വൽ ഫാക്ടർ ഫോർ all the productive sectors. Okay, the next one is tax policy of the government. This is another factor influencing the production and supply. Suppose government is imposing an anti-production tax, അല്ലെങ്കിൽ എന്താണ് ഒരു ആന്റി ഡെവലപ്മെന്റ് ടാക്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ എസെൻഷ്യൽ കമോഡിറ്റീസിൽ ഗവൺമെന്റ് ഒരു അഡീഷണൽ സെസ് കൊണ്ടുവരും. ടാക്സ് വരുമ്പോൾ നോർമലി എന്താണ്, ഒരു പ്രൈസ് കൂടും. പ്രൈസ് കൂടിയെന്ന് വെച്ച് അത് പ്രൊഡ്യൂസേഴ്സിന് അതുകൊണ്ട് ലാഭമൊന്നുമില്ല, അത് ഗവൺമെന്റിലേക്കാണ് പോകുന്നത്. പക്ഷേ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് വില കൂടും, അവർ കൺസംഷൻ കുറയ്ക്കുമ്പോൾ അവര് ഒരുപാട് പ്രോഡക്റ്റുകൾ വിറ്റഴിക്കപ്പെടാതിരിക്കും. അപ്പം ഗവൺമെന്റ് ടാക്സ് പോളിസി, അതിനിപ്പോ ടാക്സ് പോളിസി ഒരു സബ്സിഡിയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്.
Government is giving subsidy to a product means its price will be reduced. For example, ഇപ്പോൾ നമ്മൾ ഈ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ നമ്മൾ നിരത്തുകളിൽ നമുക്ക് ഈ ഇലക്ട്രിക് ബൈക്കുകൾ സ്കൂട്ടറുകളൊക്കെ നമുക്ക് അതിനൊക്കെ ഒരുപാട് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഫ്രീ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഫ്രീ ടാക്സ്, അതിന് പലതും ടാക്സ് ഫ്രീ ആണ്, രജിസ്ട്രേഷൻ ടാക്സ് ഫ്രീ ആണ് പല വാഹനങ്ങൾക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഇൻസെന്റീവ്സ് ഒക്കെ പലപ്പോഴും അതിന്റെയൊക്കെ സപ്ലൈ പ്രൊമോട്ട് ചെയ്യും. ടാക്സ് പോളിസി is another factor influencing the supply. Then next one is price expectations. This is another factor influencing supply. Price expectation means suppose we are expecting a price in near future, a price hike in near future. So നമ്മുടെ കൈവശം കുറച്ച് പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി അവർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവര് അല്ലെങ്കിൽ നമ്മളൊരു നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലായ അഗ്രികൾച്ചർ സെക്ടർ തന്നെ ഞാൻ എടുക്കാം. ഓക്കെ, ഒരു കുറേ ഫാം പ്രോഡക്ട്സ്, അപ്പം പെരീഷബിൾ അല്ലാത്ത കുറേ ഫാം പ്രോഡക്ട്സ്. അപ്പം ഒരു കോക്കനട്ട് പ്രൊഡ്യൂസർ, ഓക്കെ, അയാൾ പ്രതീക്ഷിക്കുകയാണ് ഒരു 2 മാസത്തിന് ശേഷം ഇതിന്റെ കോക്കനട്ട് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിന്റെ വില കൂടാൻ പോവുകയാണ്. അപ്പൊ അയാൾ അത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്തിനു വേണ്ടിയാണ്? പ്രൈസ് കൂടുമ്പോൾ കൂടുതൽ സപ്ലൈ ചെയ്യാൻ. അപ്പം ഇനി പ്രൈസ് കുറയാനാണ്, 1 മാസത്തിന് ശേഷം പ്രൈസ് കുറയാൻ പോവുകയാണ് എന്നുള്ള ഒരു വാർത്ത അവർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് സപ്ലൈ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഈ ഫ്യൂച്ചറിലാണ് പ്രൈസ് കൂടാൻ പോകുന്നെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും സപ്ലൈ കൂടുതൽ, പ്രസന്റ് സപ്ലൈ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ പ്രൈസ് എക്സ്പെക്ടേഷൻസ് ആർ ഓൾസോ another factor influencing the sector. Then of course strikes. ഒരുപാട് ഇൻഡസ്ട്രി മേഖലയിലും കാർഷിക മേഖല എല്ലായിടത്തും സ്ട്രൈക്കും. അത് ഓഫ് കോഴ്സ് that is normal. That's against the supply concept. അത് ഒരിക്കലും സപ്ലൈ ഇൻക്രീസ് ചെയ്യും. സപ്ലൈ അത് പ്രതികൂലമായിട്ട് പോകും. പവർ സപ്ലൈ, uninterrupted power supply is required for a protection especially in the industrial sector. ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ 24 hours വർക്ക് ചെയ്യുന്ന ഫാക്ടറികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ പറയുന്ന പോലെ പവർ ഫെയിലിയർ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ പ്രൊഡക്ഷനെ ബാധിക്കും. ദെൻ ട്രേഡ് എഗ്രിമെന്റ്സ് ബിറ്റ്വീൻ കൺട്രീസ്, രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് എഗ്രിമെന്റ്സ്. ഇപ്പൊ നമ്മൾ ഈ നാഫ്റ്റ, അതേപോലെ എന്താണ് ASEAN, അങ്ങനെയുള്ള ഒരുപാട് ട്രേഡ് എഗ്രിമെന്റ്സുകൾ. അപ്പൊ അങ്ങനെ അവരുടെയൊക്കെ ട്രേഡ് എഗ്രിമെന്റ്സ് ഈ പ്രൊഡക്ഷനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ സപ്പോസ് വി ആർ മേക്കിംഗ് എ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വിത്ത് നമ്മൾ WTO, നമ്മൾ ഒറിജിനൽ സിഗ്നേച്ചേഴ്സ്. അപ്പൊ നമ്മുടെ അത് പ്രകാരം ഇപ്പൊ നമുക്ക് എന്താണ് ഒരു നിശ്ചിത ക്വാണ്ടിറ്റി എല്ലാ പ്രോഡക്റ്റും നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. അപ്പൊ അത് നമ്മുടെ ഡൊമസ്റ്റിക് സപ്ലൈനെ അത് ബാധിക്കും. ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് അത് അനുസരിച്ച് സപ്ലൈ കുറയ്ക്കും ഫോറിൻ ഇമ്പോർട്ട് വരുമ്പോൾ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ട്രേഡ് എഗ്രിമെന്റ്സ് നമ്മളെ സപ്ലൈ സ്വാധീനിക്കാം. So these are the various factors that is influencing your the determinant factors of supply. Okay. Now let's see the law of supply. Law of supply എന്ന് പറയുമ്പോൾ നമ്മൾ law of demand എന്നാണ് പറയുന്നത്. ഒരു പോസിറ്റീവ് റിലേഷൻ, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ലോ ഓഫ് സപ്ലൈ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈയും മൂവ്സ് ഇൻ സെയിം ഡയറക്ഷൻ. ഇപ്പോൾ ലോ ഓഫ് സപ്ലൈ സ്റ്റേറ്റ്സ് ദാറ്റ് the quantity supplied of a commodity varies directly with the price of the commodity. Other determinants of supply remains unchanged. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ് പ്രൈസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് പ്രൈസ്, അല്ല സപ്ലൈ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അതിൽ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് പ്രൈസ്. പ്രൈസ് ഒഴികെയുള്ള ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് സപ്ലൈ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈയും ഒരേ ഡിറക്ഷനിൽ മൂവ് ചെയ്യും. പ്രൈസ് ഒഴികെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്, ടെക്നോളജി, അതേപോലെ നാച്ചുറൽ കണ്ടീഷൻസ്, ഗോൾ ഓഫ് ദ ഫോ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. മറ്റ് ഘടകങ്ങളൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈയും തമ്മിൽ എങ്ങനെയാണുള്ള റിലേഷൻഷിപ്പ്? ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ്. That means price and quantity supplied moves in same direction.
അപ്പം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സപ്ലൈ കർവ് എപ്പോഴും എന്താണ് ഒരു അപ്വേർഡ് ഡയറക്ഷൻ, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് law of supply. Law of supply states that a positive relationship between price and quantity supply if other determinants of supply remains constant. Okay, ഇനി നമുക്ക് assumptions of law of supply ആണ്. Assumptions of law of supply. അതില് first one is there is no change in the organizational structure of the firm and in production technique. നമ്മളത് ടെക്നോളജി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. നേരത്തെ പറഞ്ഞല്ലോ, മറ്റ് ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിലാണ് ഈ ലോ ഓഫ് സപ്ലൈ ഫങ്ഷൻ വർക്ക്ഔട്ട് ചെയ്യാവുള്ളൂ. അപ്പം അത് ഈ പറയുന്ന ഓർഗനൈസേഷണൽ സ്ട്രക്ചർ കോൺസ്റ്റന്റ്, ടെക്നോളജി സെയിം ആണ്. ദെൻ ഫാക്ടർ പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റന്റ്, ഫാക്ടേഴ്സിന്റെ പ്രൈസ്. ദെൻ ഫേം ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്നു, അത് മറ്റൊരു അസംഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള അസംഷൻസ് ഒക്കെയാണ് ഇതിന്റെ അകത്ത് പറഞ്ഞത്. അപ്പൊ ഓൾ ദ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് ഡിറ്റർമിനിങ് സപ്ലൈ റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ അതിന്റെ ഒരു ലോ ഓഫ് സപ്ലൈ പറയുന്ന ഒരു സപ്ലൈ കർവാണ് നമുക്ക് കാണിക്കുന്നത്. ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ് നോർമലി ഷോസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ. ഓക്കെ, ദി എക്സെപ്ഷൻസ് ടു ലോ ഓഫ് സപ്ലൈ. ലോ ഓഫ് സപ്ലൈയുടെ എക്സെപ്ഷൻസ് 4 കോണ്ടെക്സ്റ്റിലാണ്, 4-5 കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. ഒന്നാമത് കോൺസ്റ്റന്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ കോസ്റ്റ് സ്ഥിരമായിട്ട് നിൽക്കും. കോസ്റ്റ് സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ ചില കാരണങ്ങളുണ്ടോ, നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷൻ, ചില ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. പല കാരണങ്ങൾ കൊണ്ടും കോസ്റ്റ് സ്ഥിരമായിട്ട് നിൽക്കാം. ചെലവ് യാതൊരു മാറ്റവും, ചെലവിൽ മാറ്റമില്ലെങ്കിൽ പ്രൈസ് മാറേണ്ട ആവശ്യമില്ല, പ്രൈസ് മാറില്ല. ചെലവ് മാറുമ്പോഴാണ് പ്രൈസ് വേരിയേഷൻ വരുന്നത്. പ്രൈസിൽ മാറ്റം ഉണ്ടാകും, ചെലവ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നിടത്തുള്ള കാലഘട്ടം വിതൗട്ട് ചേഞ്ച് ഇൻ പ്രൈസ് ക്വാണ്ടിറ്റി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫസ്റ്റ് ഡയഗ്രത്തിൽ കാണാം. രണ്ടാമത്തെ ഡയഗ്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിക്രീസിങ് കോസ്റ്റ് ഡ്യൂ ടു certain conditions, certain natural conditions or certain productive environment, the cost of production may be continuously decreasing. അത് നിങ്ങൾ പിന്നീടൊക്കെ പഠിക്കുക, എന്തുകൊണ്ടാണ് ഈ പറയുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ ഡിക്രീസ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുള്ള ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പൊ ആ സാഹചര്യത്തിൽ എന്തായിരിക്കും, നമ്മുടെ സപ്ലൈ കർവ് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺവേർഡ് സ്ലോപ്പ്. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, സപ്ലൈ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. മൂന്നാമത്തെ ഫിഗർ എന്താണ് കാണിക്കുന്നത്, പ്രൈസിലുണ്ടായ വർധന ഉണ്ടായിട്ടും അവിടെ എന്താണ്, സപ്ലൈ വർദ്ധിക്കുന്നത്. സപ്ലൈ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാം. സപ്ലൈ കർവ് വെർട്ടിക്കലാണ്, സപ്ലൈ മാറുന്നില്ല. നമുക്ക് നോക്കിയാൽ അറിയാം, സപ്ലൈ കർവ് ഇത് ഇങ്ങനെ നേരിലേക്ക് പോകുന്നേ ഉള്ളൂ. അതില് സപ്ലൈ ഒന്നും ചെയ്തെന്താണ്, ഈ അപ്വേർഡ് ഡയറക്ഷനിൽ സപ്ലൈ കർവ് പോയെങ്കിലേ അവിടെ സപ്ലൈ വർദ്ധിക്കുകയുള്ളൂ. ഇവിടെ പ്രൈസ് കൂടുന്നുണ്ട്, പ്രൈസ് നമുക്ക് കൂടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്, പക്ഷെ സപ്ലൈ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. പക്ഷെ ഇവിടെയൊക്കെ എന്താണ്, സപ്ലൈ കൂടുന്നുണ്ട്, പ്രൈസ് കുറയുന്നതനുസരിച്ച്. ഇവിടെ നമ്മൾ ആദ്യത്തെ ഫിഗർ നോക്കി കഴിഞ്ഞാൽ സപ്ലൈ കൂടുന്നുണ്ട്, പ്രൈസ് ഇവിടെ തന്നെ നിൽക്കുകയാണ്, മാറുന്നില്ല. ദെൻ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുമ്പോൾ പ്രൈസ് എക്സ്പെക്ടേഷൻസ്. സപ്പോസ് വി ആർ എക്സ്പെക്ടിങ് ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് നിയർ ഫ്യൂച്ചർ. ഒരു ഉദാഹരണം, നമ്മുടെ കൈവശം കുറച്ച് നാളികേരം നമ്മൾ വിൽക്കുവാനുണ്ട്. നമ്മൾ ഒരു 1 മന്തിന് സെൽ 2 മന്ത്സിന് ശേഷം ഇതിന്റെ വില വർദ്ധിക്കുമെന്ന് നമ്മൾ കരുതുക. ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കും. വില കൂടിയിട്ടും അതിന്റെ സപ്ലൈ വർദ്ധിക്കുന്നില്ല. കാരണം എന്താണ്, വി ആർ വെയിറ്റിംഗ് ഫോർ ദ മാക്സിമം പ്രൈസ് ടു റീച്ച്. ഇതിന്റെ ഒരു മാക്സിമം പ്രൈസ് എത്താൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അത് എത്തിയാലേ നമ്മൾ അവിടെ സപ്ലൈ നിർത്തിയുള്ളൂ, സപ്ലൈ സ്റ്റോപ്പ് ചെയ്യുള്ളൂ, അല്ല സപ്ലൈ ചെയ്യുള്ളൂ. അപ്പൊ ആ പ്രൈസ് കൂടും എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ even if the present price is increasing, you will not increase the price. Okay, അത് നേരെ മറിച്ച് price is expected to decrease or expected to fall in near future. പ്രൈസ് താഴേക്ക് വരാനാണ് പോവാണ്, പ്രൈസ് ഡിക്ലൈൻ ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രൈസ് കുറയുകയാണെങ്കിൽ പോലും ആൾക്കാർ കൂടുതലായിട്ട് ഈ പറയുന്ന പ്രോഡക്റ്റുകൾ വിറ്റഴിക്കും. അതും ഒരു ലോ ഓഫ് സപ്ലൈക്ക് എതിരാണ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് കേസ് ഈസ് ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവ്. ഇങ്ങനെ ഒരു സപ്ലൈ കർവ് നിങ്ങൾ പഠിച്ചു കാണില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇതില് ഒരു ഉദാഹരണം പറഞ്ഞത് ഞാൻ ഇതിനെ കുറിച്ച്. നമ്മൾ വർക്കേഴ്സിന്
ഓക്കെ, ഈ ലേബറേഴ്സ് നമ്മളെല്ലാവരും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, ജോലി ചെയ്യുന്നവരൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരു പർട്ടിക്കുലർ W1 എന്ന് പറയുന്ന വേജ്, ഈ ഒരു വേജ് നമുക്ക് കാണാൻ പറ്റും, W1. ആ ഒരു വേജിൽ നമ്മൾ എത്രമാത്രമാണ് സപ്ലൈ സ്റ്റാർട്ട് ചെയ്യണം, ആ ഒരു വേജിൽ ആരും സപ്ലൈ ചെയ്യുന്നില്ല ലേബറിന്. ഇനി വേജ് കൂടുന്നതനുസരിച്ച് എന്താണ് സപ്ലൈ കർവ്, വേജ് കൂടുന്നതനുസരിച്ച് ആൾക്കാർ കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അവസാനം നമ്മൾ എത്രയാണ് W2 എന്ന് പറയുന്ന വേജിലെത്തി. ആ വേജിന് ശേഷം എന്താണ് വീണ്ടും W3 എന്ന് പറയുന്ന ഒരു വേജ് നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സപ്ലൈ പിന്നീട് ആ ഒരു പോയിന്റ് ശേഷം എന്താണ് സപ്ലൈ കുറയുന്നതാണ്. മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സപ്ലൈ കുറയാൻ കാരണം? ഇപ്പൊ നമ്മളാണേലും ഒരു പർട്ടിക്കുലർ വേജിനൊപ്പം ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു പെർ മന്ത് ഒരു 2 lakhs 3 lakhs rupees സാലറി ഉള്ള ഒരു ജോബ് കിട്ടും. ഓക്കെ, സപ്പോസ് നിങ്ങളെല്ലാവരും കോമൺ മാൻ ആയിട്ട് എന്ന് വെച്ചാൽ എക്സ്ട്രീം വർക്കഹോളിക് ആയിട്ടുള്ള ഒരാളായിട്ടുള്ള ഞങ്ങൾ പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ എല്ലാ ലെഷറും വർക്ക് ചെയ്യാനും അതേപോലെ ഓൾസോ പ്രിഫറിംഗ് ടു ഹാവ് എ ലെഷർ ടൈം. അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു സാലറി കിട്ടുന്ന ഒരു ലെവലിൽ വരുന്നു. അപ്പൊ നിങ്ങൾ കുറെ ദിവസം വർക്ക് ചെയ്യും, ബാക്കി സമയം എന്തായിരിക്കും നിങ്ങൾ ഫ്രീ ടൈം ലെഷർ ടൈമിനായിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പൊ സപ്ലൈ ചെയ്യുന്ന ലേബർ അവേഴ്സ് നമ്മൾ കുറയും, ഒരു പരിധിക്കപ്പുറത്തേക്ക് വേജ് പോയി കഴിയുമ്പോൾ. അപ്പൊ അതാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഒരു W2 അപ്പുറത്തേക്ക് വേജ് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? സപ്ലൈ ചെയ്യുന്ന ലേബർ അവേഴ്സ് കുറഞ്ഞു. കാരണം എന്താണ്? കൂടുതൽ ആൾക്കാർ ലെഷർ പ്രിഫർ ചെയ്യാൻ തുടങ്ങി. അവർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻകം ഉണ്ട്. They are not worried about their income. They are having sufficient income. They need not go for work. They need not work too hard to earn their livings. അപ്പൊ അതിനുവേണ്ടി അവരൊന്നും ആദ്യം അങ്ങനെ ഹാർഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവർ കുറച്ച് ലെസ് ടൈം അവർ പ്രിഫർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് വരും. So this is after the point P. Even if the price increases, even if the wage rate increases, the supply is reducing. This is also exception to the supply. Okay, so these are the various exceptions to the law of supply. Now, one more topic I would like to discuss today is change in quantity supplied and change in supply. നമ്മൾ സപ്ലൈയിലുണ്ടാകുന്ന മാറ്റം രണ്ട് ഘടകങ്ങൾ കൊണ്ടുണ്ടാകുന്നു. നമ്മൾ പ്രൈസിലുണ്ടാകുന്ന മാറ്റം മൂലം സപ്ലൈ മാറും, നോൺ പ്രൈസ് ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം സപ്ലൈ മാറും. അപ്പം അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ സപ്ലൈ ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് സപ്ലൈയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എക്സ്റ്റൻഷൻ അല്ലെ കോൺട്രാക്ഷനെയോ ഡിമാൻഡ് സപ്ലൈ എന്ന് പറയും. എന്താണ് എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ആണ്? ഇഫ് the supply increases due to an increase in price, that is extension of supply. പ്രൈസ് കൂടുമ്പോൾ നമ്മൾ കൂടുതൽ സപ്ലൈ ചെയ്യും, പ്രൈസ് കുറയുമ്പോൾ എന്തായിരിക്കും കുറച്ചേ സപ്ലൈ ചെയ്യും. പ്രൈസ് കൂടുന്നതനുസരിച്ച് സപ്ലൈ കൂടുന്നതിന് നമ്മൾ എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈ. പ്രൈസ് കുറയുന്നതനുസരിച്ച് സപ്ലൈ കുറയുന്നതിന് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ. ആൻഡ് ദാറ്റ് ഈസ് ഷോൺ ഓൺ സെയിം സപ്ലൈ കർവ്. ഒരേ സപ്ലൈ കർവിലാണ് ഈ എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൈസ് പി ആണ്, ഒറിജിനൽ പ്രൈസ് പി ആണെന്ന് അസ്യൂം ചെയ്യും. ഈ പി എന്ന പ്രൈസ് P1 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി O2 നിന്നും O2 ആയിട്ട് ഇൻക്രീസ് ചെയ്യും ക്വാണ്ടിറ്റി സപ്ലൈ. ഇനി P2 ആയിട്ട് ഡിക്രീസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് O2 നിന്നും O2 ആയിട്ട് കുറഞ്ഞു. അപ്പൊ ഇത് ഒരേ സപ്ലൈ കർവിലാണ് ഈ മൂവ്മെന്റ് കാണിക്കുന്നത്. So this is change in quantity supplied. ഇനി നമുക്ക് ഇതിന്റെ മറ്റ് നോൺ പ്രൈസ് ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം സപ്ലൈയിൽ എന്ത് ചേഞ്ച് ഉണ്ടാകുന്നു? That is shown by change in supply or increase or decrease in supply or shift in supply എന്നൊക്കെ നമ്മൾ അതിനെ പറയും. Shift in supply എന്ന് നമ്മൾ പറയും. In this case, the shift in supply happens due to change in the non-price factors affecting supply.
സപ്ലൈയെ സ്വാധീനിക്കുന്ന നോൺ പ്രൈസ് ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് വേണം. പ്രൈസ് അല്ലാതെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന ടെക്നോളജി, റോ മെറ്റീരിയൽ, പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നാച്ചുറൽ കണ്ടീഷൻസ്, അതേപോലെ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം സപ്ലൈയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഈ ചേഞ്ച് ഇൻ സപ്ലൈ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻ സപ്ലൈ എന്ന് പറയുന്നത്. ആൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ സപ്ലൈ ഓർ ഷിഫ്റ്റ് ഇൻ സപ്ലൈ ദ സപ്ലൈ കർവ് ഷിഫ്റ്റ്സ് ഐദർ ടു ലെഫ്റ്റ് ഓർ ടു റൈറ്റ്. ഒന്നീ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വരും, അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് വരും. ഓക്കെ, ഈ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എപ്പോഴാണ് വരുന്നത്? സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ. ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് വരുന്നത് എപ്പോഴാണ്? സപ്ലൈ ഡിക്രീസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇൻക്രീസിങ് സപ്ലൈ ഡ്യൂ ടു നോൺ പ്രൈസ് ചേഞ്ച് ഇൻ നോൺ പ്രൈസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സപ്ലൈ ഈസ് നോൺ ആസ് ഇൻക്രീസ് ഇൻ സപ്ലൈ. അപ്പോൾ ഡിക്രീസ് ഇൻ സപ്ലൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെഫ്റ്റ് വേർഡ്, ഇറ്റ്സ് represented by a leftward shift. That's also a decrease in supply due to change in non-price factors affecting supply. അപ്പം നോൺ പ്രൈസ് ഫാക്ടേഴ്സിന് ഉണ്ടാകുന്ന മാറ്റം മൂലം, ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലഡ് വന്നു, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറഞ്ഞു. അപ്പൊ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ സപ്ലൈ എങ്ങോട്ട് പോകും? ലെഫ്റ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സപ്ലൈ കുറഞ്ഞു, പ്രൈസ് എല്ലാം അവിടെ മാറിയിരിക്കുന്നു. അവിടെ നോൺ പ്രൈസ് ഫാക്ടറാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു നല്ലൊരു കണ്ടീഷൻ, വെതർ കണ്ടീഷൻ, അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്താണ്? അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടും. ഉടനെ സപ്ലൈ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം ഈ ഒരു ഷിഫ്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ സപ്ലൈ കർവ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈയിൽ നമ്മൾ പറഞ്ഞു ഒരേ സപ്ലൈ കർവിലാണ് ദ ഹോൾ മൂവ്മെന്റ് വാസ് ഷോൺ. ബട്ട് ഇൻ ദിസ് കേസ് ഡിഫറെന്റ് സപ്ലൈ കർവ്സ് ആർ യൂസ്ഡ് ഫോർ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് കോണ്ടാക്ട്സ് ഓഫ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് സപ്ലൈ. അപ്പൊ ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആ ഷിഫ്റ്റ് ഇൻ സപ്ലൈ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഷിഫ്റ്റ് സംഭവിക്കുന്നത്? കുറെ ഫാക്ടേഴ്സ്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്തായിരിക്കും? ലാഭം കുറയും. ലാഭം കുറയുമ്പോൾ എന്തായിരിക്കും? ആൾക്കാരെന്തായിരിക്കും? പ്രൊഡക്ഷൻ കുറയ്ക്കും. അത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റിന് കാരണമാണ് സപ്ലൈ കുറയും. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കൂടും, കൂടുതലായിട്ട് ആൾക്കാർ വിറ്റഴിക്കും, പ്രൊഡക്ഷൻ കൂട്ടും. അത് റൈറ്റ് വേർഡ് ഷിഫ്റ്റിന് കാരണമാണ്. പ്രൈസ് ഓഫ് അതർ ഗുഡ്സ്, പ്രൈസ് ഓഫ് അതർ ഗുഡ്സിൽ ഉണ്ടാകുന്ന മാറ്റവും ഈ ഷിഫ്റ്റിംഗ് സപ്ലൈക്ക് കാരണമായി തീർക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ റിലേറ്റഡ് കമ്മോഡിറ്റീസ് നമ്മൾ എടുക്കുകയാണ്. റിലേറ്റഡ് കമ്മോഡിറ്റീസ്, അപ്പൊ നമ്മുടെ ഈ എന്താണ് പറയാ, റൈസ് ആൻഡ് വീറ്റ്. ഓക്കെ, റൈസിന്റെ വില കൂടി. റൈസിന്റെ വില കൂടി ഇപ്പൊ എന്താണ്? വീറ്റിന്റെ സപ്ലൈ കുറഞ്ഞു. എന്തുകൊണ്ടാണ്? ആൾക്കാർ കൂടുതലായിട്ട് റൈസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരുടെ പ്രൊഡക്ഷൻ. അപ്പം വിതൗട്ട് ചേഞ്ചിങ് ദ പ്രൈസ്, വിതൗട്ട് ചേഞ്ചിങ് പ്രൈസ്, ഈ വീറ്റിന്റെ പ്രൊഡക്ഷൻ സപ്ലൈ കുറഞ്ഞു. അവിടെ നോൺ പ്രൈസ് ഫാക്ടറാണ് അവിടെ വർക്ക് ചെയ്തത്. ടെക്നോളജിയിലുണ്ടാകുന്ന പ്രശ്നം മൂലം ഈ പറഞ്ഞ റൈറ്റ് വേർഡ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് വരാം. ടെക്നോളജി ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞു, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വരും. ടെക്നോളജിയിൽ ഒരു ഡിഗ്രഡേഷൻ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഒന്നും കിട്ടാതെ വന്നു കഴിയുമ്പോൾ പ്രൊഡക്ഷൻ ഒന്നാണ് വീണ്ടും താഴേക്ക് പോകും. ഒരു പരിധി കഴിഞ്ഞ്, ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ് അത് താഴേക്ക് പോകും. നമ്പർ ഓഫ് സെല്ലേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നോർമലി സപ്ലൈ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, goal of the firm, if the firm is aiming at maximizing their sales, normally supply curve will shift towards right. Price expectation, if a producer is expecting a price increase in near future, the present supply will be reduced, expecting that in future they can sell more and get more profit. Therefore, if the present price is they are expecting that the future price will be much lower than the present price, then they will sell more of commodity. അത് എക്സ്പെക്ടേഷൻസ് ഒരു ഫാക്ടറാണ്, സപ്ലൈ ഇൻഫ്ലുവൻസിങ്. ഇങ്ങനെ കുറേ ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് മൂലം നമ്മുടെ ഈ പറയുന്ന സപ്ലൈ ഷിഫ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് പറഞ്ഞത്. പഠിച്ച കാര്യങ്ങൾ ഇത്രയാണ്. എന്താണ് സപ്ലൈ, എന്താണ് ഇൻഡിവിജ്വൽ സപ്ലൈ ഫങ്ഷൻ, individual supply schedule, market supply schedule, individual supply curve, market supply curve, then determinants of supply, then we have studied the law of supply, exceptions to law of supply,
ആൻഡ് ചേഞ്ചിങ് സം ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് ചേഞ്ചിങ് സപ്ലൈ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ